എൻ്റെ വസ്തുവെല്ലാം അളക്കാതെ കുറേ വർഷങ്ങളായിട്ട് അളക്കാനും പറ്റത്തില്ല. സഹോദരങ്ങൾ തമ്മിൽ ആരും അടുക്കത്തുമില്ല. വസ്തു കുറേ ഉണ്ട്, അത് അളക്കാനും പറ്റത്തില്ല, ആരോടും ഒന്നും പറയാനും പറ്റത്തില്ല. എന്നോട് മാത്രം ദേഷ്യമില്ല, അല്ലാത്തവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ്. ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരുന്ന സമയത്ത് അത് ഞാൻ അമ്മയുടെ സന്നിധാനത്തിൽ ഞാൻ അമ്മയെ അങ്ങനെ എല്ലാവരും തുടങ്ങിയിരിക്കുവാണല്ലോ, ദേഷ്യപ്പെട്ടിരിക്കുകയാണല്ലോ, വഴക്കാണല്ലോ, എപ്പോഴും ഒന്നാലും ഒരാളെ കണ്ടാൽ വാക്കത്തി എടുക്കുക, വെട്ടാൻ തുടങ്ങുക, അടിക്കാൻ തുടങ്ങുക, അങ്ങനത്തെ പ്രോബ്ലത്തെ കിടക്കുമായിരുന്നു. എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയെ സഹോദരങ്ങളെല്ലാവരും ഒന്നാകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ലാസ്റ്റ് മൂമെൻറ്റിൽ അമ്മ ആ പ്രാർത്ഥന കേട്ടു. അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് കുരിശും വരച്ച് ഞാൻ ആ പറമ്പിലെല്ലായിടത്തും പോയി ഉപ്പിട്ടങ്ങ് ഒരു പ്രാവശ്യം തന്ന ഉപ്പ് മൊത്തം ഞാൻ അവിടെ അങ്ങ് ഇട്ടിട്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനം എപ്പോഴും കൂടുവന്ന്. അച്ഛൻ കടങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇങ്ങനെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ ധ്യാനത്തിലും കൂടിയിട്ട് അങ്ങനെ എനിക്ക് അതിനകത്തും വിടുതൽ കിട്ടി. ഇപ്പോൾ ഞങ്ങൾ സഹോദരങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. വസ്തു പോയി അളന്നു. അവർക്ക് ആർക്കോ ഒരാൾക്ക് കുറച്ച് സ്ഥലം കുറവുണ്ടായിരുന്നു. അത് അമ്മയുടെ സന്നിധാനത്തിൽ ഞാൻ വന്ന് അമ്മയെ കണ്ടുകൊണ്ട് മാത്രം എനിക്ക് സഹിക്കാനുള്ള ഇത് തന്നുകൊണ്ട് ഞാൻ അവർക്ക് എൻ്റെ വസ്തുവിന് അളന്നു കൊടുത്തു. 5 സെൻറ്റ് വസ്തു ഞാൻ അവർക്ക് എഴുതി കൊടുത്തു. അതായത് അമ്മയുടെ സന്നിധാനത്തിൽ വന്നു. അല്ലേ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കുട്ടിയാണ് ഞാൻ. ഭയങ്കര ദേഷ്യവും വെട്ടുന്നേ മുറി 2 അങ്ങനത്തെ സ്വഭാവക്കാരിയാണ്. അമ്മയുടെ സന്നിധാനത്തിൽ വന്നതിന് ശേഷം ദേഷ്യം കുറേയൊക്കെ അങ്ങ് സൈലൻ്റായി. പക്ഷേ വല്ലപ്പോഴുമൊക്കെ മനുഷ്യരല്ലേ, വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. അല്ലാതെ എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി ചേഞ്ചിങ് വന്നു. അതാണ് എനിക്ക് 3ാമത് കിട്ടിയ അനുഗ്രഹം. പിന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പറയാനുണ്ട്. എൻ്റെ മോൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയാനുണ്ട്. അത് എൻ്റെ മോളെയും കൊണ്ട് നെക്സ്റ്റ് ടൈമിൽ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ വരുമ്പോൾ സാക്ഷ്യം പറയും.